അശാസ്ത്രീയ നിർമ്മാണവും കിണറിൽ മാലിന്യം നിറയുകയും ചെയ്തതോടെ കോഴിക്കോട് അത്തോളിയിലെ മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനം പഞ്ചായത്ത് ഇടപെട്ട് നിർത്തിവെച്ചു. എന്നാൽ മാർക്കറ്റ് ലാഭകരമല്ലാത്തതാണ് കച്ചവടം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ടെൻഡർ വിളിച്ച് മാലിന്യ പ്രശ്നമടക്കം പരിഹരിക്കുമെന്ന് പറയുമ്പോഴും വീണ്ടും കച്ചവടത്തിനായി വ്യാപാരികൾ എത്തുമോ എന്നാണ് ആശങ്ക. മത്സ്യവ്യാപാരികൾക്കായി 2015 അത്തോളി പഞ്ചായത്ത് നടപ്പാക്കിയതാണ് മത്സ്യ മാർക്കറ്റ്. 2015 നവീകരിച്ചപ്പോൾ മത്സ്യ മാർക്കറ്റിന് പുറമെ മത്സ്യ ക്ലബ്ബ്, പൊതു ശൗചാലയം എന്നിവയും നിർമ്മിച്ചു. എന്നാൽ പ്രതീക്ഷയോടെ വ്യാപാരം തുടങ്ങിയ കച്ചവടക്കാർ നേരിട്ടത് വലിയ നഷ്ടം. ആ മാർക്കറ്റിൽ ഞങ്ങൾ മുമ്പ് കച്ചവടം ചെയ്താണ്. നമുക്ക് 2500 രൂപ 3000 ബിസിനസ്സാണ് അവിടെ നടക്കുക. അവിടേക്ക് ആൾ വരില്ല. ഒന്നാമത് മറവിലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സ്ഥലത്തും മീൻ കച്ചവടം ഉള്ളതിനെ കൊണ്ട് അവരവിടുന്ന് വാങ്ങിപ്പോകും. അതേ സൗകര്യത്തിന് കിട്ടില്ല. പിന്നെ അങ്ങോട്ട് അവിടെയും കയറി വരില്ല, പൊതുവെ കാണൂല്ല. പിന്നെ അറിയുന്ന ആൾക്കാർ, തുച്ഛമായ ആൾക്കാർ വരും, അത്രേ ഉള്ളൂ. അന്ന് ഞങ്ങൾ ചിക്കൻ്റെതും ഫിഷിൻ്റെ ഒക്കെ ബോർഡ് ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ വെച്ച് കച്ചവടം ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് കച്ചവടം ചെയ്തിട്ടും ആളില്ല. റോഡിന് സമീപത്തായാണ് മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചതെങ്കിലും സ്കൂട്ടറുകൾക്ക് മാത്രം കടക്കാവുന്ന രീതിയിലാണ് വഴിയുള്ളത്. വഴിയില്ലാതായതോടെ ആളുകൾ മത്സ്യ മാർക്കറ്റിലേക്ക് വരാതായി. മത്സ്യ മാർക്കറ്റിന്റെ ആവശ്യത്തിനായി നിർമ്മിച്ച കിണറിൽ മലിനജലം വന്ന് കിണർ നശിച്ചതോടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. പൊതു ശൗചാലയത്തിലേക്ക് പോലും വെള്ളം എത്തിക്കാനാകുന്നില്ല. മൂത്രമൊഴിക്കാനും കക്കൂസ് പോകാനുള്ള ഒരു സൗകര്യമുണ്ട്, പക്ഷേ അതൊന്നും തുറന്ന് പ്രവർത്തിക്കുന്നില്ല. അതെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. മാർക്കറ്റാണെങ്കിലോ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. നല്ലൊരു മാർക്കറ്റായിരുന്നു. അതുപോലെ ഈ കിണർ ഉപയോഗശൂന്യമാണ്. വെള്ളം കൈ കഴുകാനും കൂടി പറ്റാത്ത ഒരവസ്ഥയാണ്. നിരവധി തവണ പ്രശ്നം ഉന്നയിച്ചെങ്കിലും പ്രശ്നപരിഹാരത്തിന് പഞ്ചായത്ത് ഇടപെടുന്നില്ലെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. മത്സ്യ മാർക്കറ്റിന് എന്ത് ചെയ്തെന്നാൽ ഒരു മൊത്തമുള്ള മത്സ്യ കച്ചവടം നടക്കാത്തതിലൊരു പ്രശ്നമുണ്ട്. അത് ആ ഒരു പ്രശ്നം. പക്ഷേ ഇവിടെ വൃത്തിഹീനമാണ്, ഞങ്ങൾക്ക് അവിടെ കച്ചവടം ചെയ്യാൻ കഴിയില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അപ്പോൾ ഇത് നിരവധി കാലമായി ഇതിങ്ങനെ അടഞ്ഞെടുക്കുന്നു. വലിയ ഈ തുകയ്ക്ക് ലേലത്തിൽ പോവുക, ലേലം വിളിച്ച് അവിടെ കോഴി കച്ചവടവും മീൻ കച്ചവടവും ഒക്കെ നേരത്തെ നല്ല നിലയ്ക്ക് നടന്നിരുന്നു. പിന്നീട് പ്രദേശവാസികൾ തന്നെയാണത് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോയിരുന്നത്. പഞ്ചായത്ത് ഇതിന് നിരവധി തവണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവരുന്നു, ചെയ്യും എന്നൊക്കെ പറയാതല്ലാതെ ഫലത്തിലായിട്ടില്ല. കോൺക്രീറ്റ് പാകി കിണറിന് ചുറ്റുമതിൽ പണിയണമെന്നും ഇതിനായി ടെൻഡർ വിളിച്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 2023-24 തന്നെ സ്പില്ലോവറായി കിടക്കുന്ന പദ്ധതിയാണ് കിണർ നന്നാക്കാനും കട്ട വിൽക്കാനും മോട്ടർ വെക്കാനും. അതുകൂടി പൂർത്തീകരിച്ചാൽ നമുക്ക് അതിലൊരു പൊതു മൂത്രപ്പുരയുണ്ട്, അതും തുറന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചീത്ത വെള്ളം അതിനെ കൊണ്ട് അതിന് ഉള്ള സാഹചര്യമില്ല. അത് നന്നാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി മുന്നിൽ കാണുന്ന ഒരു ഇതാണ് മത്സ്യ മാർക്കറ്റ് നവീകരണം. കിണറിൽ മാലിന്യം നിറഞ്ഞത് മൂലമാണ് മത്സ്യ മാർക്കറ്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്നാണ് പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നത്. എന്നാൽ അശാസ്ത്രീയമായി മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചത് മൂലമാണ് പ്രവർത്തനം നിർത്തിയതെന്നാണ് നാട്ടുകാരും മത്സ്യ വ്യാപാരികളും പറയുന്നത്. ഷാഫിക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.